5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മനുഷ്യരുണ്ടായ അന്നു മുതൽ തന്നെ സമാന്തരമായി ചർച്ച നടക്കുന്നതാണ് ഈ പ്രപഞ്ചത്തിന് ശക്തിയുണ്ടോ, അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ അതിനെന്താണ് പേരിടുക, അങ്ങനെ ശക്തി ഉണ്ടെന്നും ഇതിനൊരു ഡിസൈനർ ഉണ്ടെന്നും ആ ഡിസൈനർക്ക് നമുക്ക് ദൈവം അല്ലെങ്കിൽ ഗോഡ്, ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡിസ്ട്രോയർ എന്നൊക്കെ പറയുന്ന സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന കാഴ്ചപ്പാടിൽ ദൈവമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടും സങ്കല്പവും ലോകത്ത് സമാന്തരമായി തന്നെ വളർന്നു വന്നു. എന്നാൽ കാലം ശാസ്ത്രം വളർന്ന് മാറി വന്നപ്പോൾ ദൈവത്തെ നമുക്ക് ഭൗതികമായി കാണാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ദൈവമില്ല എന്നുള്ള ചർച്ചയും വന്നു. എന്നാൽ ഈ ചർച്ചകളെ ആകെ വഴിതിരിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാ പുതിയൊരു കണ്ടുപിടുത്തമാണ് വന്നിരിക്കുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മാത്തമാറ്റീഷ്യനായിട്ടുള്ള പോൾ ഡിറാക്കിന്റെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് മാത്തമാറ്റിക്കൽ ഫോർമുല അനുസരിച്ച് ഒരു ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് ആണ് മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ തന്നെ ഡോക്ടർ വില്യം സൂൽ എന്ന് പറയുന്ന ആസ്ട്രോഫിസിസ്റ്റ് ആയിട്ടുള്ള എയറോസ്പേസ് സയന്റിസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി, അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ബ്രിറ്റ്സോണിയൻ സെന്റർ ഫോർ ആസ്ട്രോഫിസിക്സിലെ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം മറ്റൊരു വാദവും കൊണ്ടുവരുന്നുണ്ട്. അതായത് അമേരിക്കയിലെ ടാഗർ കൾസൺ നെറ്റ്വർക്കിനെ ആസ്പദമാക്കി പറയുന്നത് വളരെ ഫൈൻ ട്യൂണിംഗ് നടത്തിയിട്ടുള്ള ഒന്നാണ് ഈ പ്രപഞ്ചം. ബിഗ് ബാങ് തിയറി അനുസരിച്ച് ബിഗ് ബാങ് തിയറിയിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നു പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഭൂമി ഉണ്ടാകുമായിരുന്നില്ല, ഭൂമി ഇങ്ങനെ നിലനിൽക്കുമായിരുന്നില്ല. അതുപോലെ തന്നെ സൂര്യന്റെ പൊസിഷൻ, സൂര്യനിൽ നിന്ന് വരുന്ന ചൂട്, സൂര്യനിൽ നിന്ന് പ്രകാശം കൂടിപ്പോയിരുന്നെങ്കിലും ഭൂമി കാണുകയില്ലായിരുന്നു, മാനവരാശി ഒന്നും കാണില്ലായിരുന്നു. കുറഞ്ഞു പോയിരുന്നെങ്കിലും തണുപ്പായിട്ട് കാണില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഗ്രാവിറ്റി തിയറി, നമ്മുടെ ഗുരുത്വാകർഷണ തിയറി, അതുപോലെ തന്നെ ഓരോ സെല്ലുകൾ ഓരോന്നും യുണീക്കായിരിക്കുന്നത്, അങ്ങനെ വളരെ വ്യത്യസ്തമായി ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതിനും അതുപോലെ തന്നെ ഇതിന് നിയതമായ രൂപമുണ്ടാക്കുന്നതിനും വളരെ കൃത്യമായ ഒരു ഡിസൈനർ ഉണ്ട് എന്നാണ് ഇവരെല്ലാം വാദിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ വാദങ്ങൾ വരുമ്പോൾ തീർച്ചയായും നമ്മളതിനെ ചർച്ചയ്ക്കെടുക്കണം. അല്ലാതെ നാളെ മുതൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന എത്തിസ്റ്റുകളെല്ലാം വന്നാൽ, യുക്തിവാദികളെല്ലാം വന്നിട്ട് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇത്തരം വാദങ്ങളും ഇത്തരം പഠനങ്ങളും ലോകത്ത് ഒരുപാട് സംഭവിക്കുന്നുണ്ട്, പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ പ്രപഞ്ച ബിഗ് ബാങ് തിയറി തന്നെ തുടക്കത്തിൽ പറഞ്ഞത് അൺനോൺ കേസസ് എന്നാണ്. ഇപ്പോൾ ജോഗ്രഫിയിലൊക്കെ പഠിപ്പിക്കുന്നത്, ആദ്യകാലത്ത് പഠിപ്പിച്ചിരുന്നത് ഡ്യൂ ടു സം അൺനോൺ കേസസ്, അറിയപ്പെടാത്ത ചില കാരണങ്ങൾ കൊണ്ടാണ് ബിഗ് ബാങ് ഒക്കെ ഉണ്ടായത്. പ്രപഞ്ചം പൊട്ടിത്തെറിച്ച് ഭൂമി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടിയൊക്കെ വ്യത്യസ്തമായി അൺനോണൊക്കെ മാറിയിട്ട് പല ഗ്യാസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ കൂടി വ്യക്തത വന്നിട്ടുണ്ട് ശാസ്ത്രലോകം. പക്ഷെ അപ്പോഴും ഇതിനൊരു ഡിസൈനർ ഉണ്ടോ, ഈ പ്രപഞ്ചത്തിനൊരു ഡിസൈനർ ഉണ്ടോ? ഇതെങ്ങനെയാണ് ഇത്രയും നിയതമായ രൂപത്തിൽ സഞ്ചരിക്കുന്നത്, വളരെ കൃത്യമായ കാര്യങ്ങൾ പോകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഇതിനൊരു പ്ലാനർ ഉണ്ട്, ഒരു ഡിസൈനർ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പഠനങ്ങളിൽ നിന്നും ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശാസ്ത്രപ്രചാരകരെ സംബന്ധിച്ചിടത്തോളം, അവർ എന്തെല്ലാം ശാസ്ത്രപ്രചാരണവും യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ കൂടി ഭൂമുഖത്ത് വരുന്നു, ചർച്ചയ്ക്ക് വരുന്നു, ഇത്തരം പഠനങ്ങൾ വരുന്നു, ഇത്തരം ശാസ്ത്രജ്ഞന്മാരും ഉണ്ടാകുന്നു. അവർ വെറുതെയുള്ള ശാസ്ത്രജ്ഞന്മാർ, ആസ്ട്രോഫിസിസ്റ്റുകളാണ്, അതുപോലെ തന്നെ വലിയ സയൻറ്റിസ്റ്റുമാരാണ് ഇത് പഠനം നടത്തി പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന പഠനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, വളരെ പെർഫെക്റ്റ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഒരു ഫൈൻ ട്യൂണിങ് നടത്തി വച്ചിട്ടുള്ള, യാതൊരു കുഴപ്പവുമില്ലാതെ ഫൈൻ ട്യൂണിങ് വച്ചിട്ടുള്ള ഒരു ചലനാത്മകമായ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കണമെങ്കിൽ അത് സ്വാഭാവികമായി മാത്രം ഉണ്ടായി വരില്ല. അങ്ങനെ സ്വാഭാവികമായി ഉണ്ടായി വന്നാൽ അതിൻ്റെ കോംപ്ലക്സിറ്റി കൊണ്ട് തന്നെ അത് നശിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നശിക്കപ്പെടാതെ നിൽക്കുകയും വളരെ സ്വാഭാവികമായി തന്നെ ഉള്ള ഒരു രീതിയിൽ ഇത് മാറി പോകുന്ന രീതിയിലേക്ക് വളരെ ഗൗരവമായി ഇത് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ഡിസൈനർ ഉണ്ടാകണം. ആ ഡിസൈനറെ നമുക്കൊരു വ്യക്തി എന്നൊന്നും പറയാൻ കഴിയില്ല, പക്ഷേ അതിനെ നമുക്ക് ദൈവമെന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം, അല്ലെങ്കിൽ ദൈവമെന്ന കാഴ്ചപ്പാടിൽ ഉൾപ്പെടുത്താം എന്നാണ് പുതുതായി ലോകം നമ്മോട് പറയുന്നത്. എല്ലാ ചർച്ചകളും നടക്കട്ടെ. ഇത് തന്നെയാണ് ചാർവാകൻ നമ്മുടെ ബ്രഹ്മസിദ്ധാന്തത്തിലൂടെയൊക്കെ ഈ പ്രപഞ്ചത്തെയൊക്കെ ബ്രഹ്മം എന്നുള്ള കാഴ്ചപ്പാടിൽ പറയുകയും എല്ലാം ബ്രഹ്മമാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള സങ്കല്പമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിൽ ഇത്തരം സങ്കല്പം കിടപ്പുണ്ട്. ദൈവത്തെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചുമുള്ള സങ്കല്പം ഭാരതത്തിലുണ്ട്. പക്ഷെ ഇപ്പോൾ ആണ് ഈ നൂറ്റാണ്ടിലെ ഈ വർഷങ്ങളിലാണ് 2025 ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള നല്ല വലിയ പഠനങ്ങൾ നമ്മുടെ മുന്നിലെത്തുന്നത്. ഇതും ചർച്ച ചെയ്യപ്പെടണം. ലോകം ഈ പഠനങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, ആവശ്യമില്ലാത്തതിന് നമുക്ക് തള്ളിക്കളയാം. പക്ഷെ ഇപ്പോൾ വരുന്ന പഠനങ്ങൾ മറ്റൊരു തരത്തിൽ ദൈവവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശുഭസൂചകമാണ്. നാളിതുവരെ തെളിവെവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇതാ ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു സംഘം ശാസ്ത്രജ്ഞർ മുന്നിൽ വന്ന് പറയുന്നു,
ദൈവമുണ്ട് ഇന്ന സിദ്ധാന്തം അനുസരിച്ച്. കാരണം നമ്മൾ ശാസ്ത്രം തന്നെ വിശ്വസിക്കുന്നത് ഫോർമുലകളുടെയും സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫൈൻ ട്യൂണിങ് സിദ്ധാന്തം അനുസരിച്ച്, ഒരു പെർഫെക്റ്റ്ലി കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല അനുസരിച്ച് ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്, ഒരു ഡിസൈനർ ഉണ്ട്. അതിനെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം. കാരണം ഈ പഠിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞരിൽ ഒരാൾ എത്തിസ്റ്റായിരുന്നു. അവിടെ നിന്നാണ് ദൈവചിന്തയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകളിൽ നിന്നാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഭൂമിയിൽ നടത്തിത്തരുന്നത്. തീർച്ചയായിട്ടും ഈ പുതിയ വാദഗതികൾ, കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഈ വരുന്ന നിഗമനങ്ങൾ മാനവരാശി ചർച്ച ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഇങ്ങനെ ദൈവമുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ചർച്ചകൾ പോയി അത് കൂടുതൽ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആശ്വാസമായിരിക്കും.